ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ആലപ്പുഴ SD കോളേജിലാണ്. ഇവിടെ ഇത്രയും തിരക്കുള്ളതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ വിജ്ഞാന ആലപ്പുഴയുടെ ജോബ് ഫെയർ SD കോളേജ് വെച്ചിട്ടായിരുന്നു. ഇത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോ ആണ്. നമുക്ക് ജോബ് ഫെയർ സ്റ്റാർട്ടായത് ഒരു 9 മണിക്കാണ്. 9 മണിക്ക് മുന്നേ തന്നെ ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു QR രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഒബ്വിയസ്ലി നമുക്ക് QR കിട്ടുന്നില്ലായിരുന്നു. QR സ്കാൻ ആകുമ്പോഴത്തേക്കും നെറ്റ്വർക്ക് പോകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനം നമ്മൾ എങ്ങനെയൊക്കെയോ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ നമുക്ക് ഏതൊക്കെ കമ്പനീസ് ആയിരുന്നു ആക്ച്വലി ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ തന്നിട്ടില്ലായിരുന്നു. കുറച്ച് ജോബ് ലിസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഇനാഗുറേഷനും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഇൻ്റർവ്യൂ നടക്കുന്ന മുകളിലാണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻ്റെ പഴയ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ, ഇതാണ് അവനെ കുറേ നാൾ കൂടിയിരുന്ന് അവിടെ വെച്ച് കണ്ടു. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന ലിസ്റ്റ്. അവിടെ നിന്ന് ഏതൊക്കെ കമ്പനീസാണ്, അത് ഏതൊക്കെ റൂമിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെന്നുള്ള ലിസ്റ്റായിരുന്നു. അത് നമുക്ക് ആക്ച്വലി കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിയത്. പിന്നെ അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്നത് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച്. കാരണം നമ്മൾ വെച്ച ജോബിൻ്റെ, ഇപ്പം ഞാൻ ഏത് ജോബാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻ്റർവ്യൂ ഏത് ഹോളിലാണ്, ഏത് റൂമിലാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ലേ. അങ്ങനെ അതും തപ്പി കുറേ ഞങ്ങളോട്, കാരണം ഞങ്ങൾക്ക് 3 പേർക്കും 3 ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആക്ച്വലി അവിടെ ഞങ്ങൾ തപ്പിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വോളണ്ടിയേഴ്സിനോട് ചോദിച്ചിട്ട് സത്യത്തിൽ അവർക്കും വലിയ ഐഡിയ ഇല്ല. ഇത് എവിടെയാണെന്ന് പറഞ്ഞു തരാനുള്ള ഐഡിയ പിള്ളേർക്കില്ലായിരുന്നു. കാരണം കുറേ ഞങ്ങൾ കറങ്ങി. അവസാനം ഈ NCCയിലെ ഈ പിള്ളേരാണ് കറക്റ്റായിട്ട് ഞങ്ങൾ ആ ലൊക്കേഷനിൽ കൊണ്ട് എത്തിച്ചത്. ഞങ്ങൾ ആക്ച്വലി ഒരു രാവിലെ വന്നതാണ്, പക്ഷെ ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും തിരക്കായിരുന്നു. പിന്നെ ഇറങ്ങി നേരെ അപ്പുറത്തെ കടയിൽ വന്ന് ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ചു. കാരണം ഇത്രയും നേരം അവിടെ അലഞ്ഞു തിരിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു SD കോളേജിൽ ഞങ്ങൾ കയറി ഇറങ്ങാനൊരു ക്ലാസ് റൂമും ഇല്ല. അങ്ങനെ പിന്നെ കോൾഡ് കോഫിയൊക്കെ വന്ന് ഞങ്ങളത് കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ